സുതാര്യമായ രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലാണ്. ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഒരു കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എല്ലാ ബൂത്തുകളിൽ നിന്നുമുള്ള വിഷ്വൽസ് ഇങ്ങോട്ടേക്ക് ലഭ്യമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് തന്നെ കാണുവാനും അതുപോലെ തന്നെ അത് ആ മേഖലകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്ക് കാണാം മോക്ക് പോളിംഗ് നടക്കുകയാണ് പല ബൂത്തുകളിലും. അതുപോലെ തന്നെ ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം സജ്ജമായിട്ടിരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ ബൂത്തുകളിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ ഇവിടെ 2 സ്ക്രീനുകളിലായിട്ട് തെളിഞ്ഞു കാണാം. അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും ബൂത്തുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണുവാനുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രശ്നമുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ ഒന്ന് പരിഹരിക്കുവാനുള്ള ഒരു നീക്കം തന്നെയാണ് ഈ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് രാവിലെ മുതൽക്ക് തന്നെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എല്ലാവരും ഇവിടെ സജ്ജരാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം ഇവിടെ ഉണ്ട്. ഈ ഒരു കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് ഇവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രയും സുതാര്യമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ അത്രയും സുതാര്യമായി തന്നെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണുള്ളത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ബൂത്തുകളിലൊക്കെ ആളുകൾ വരും. ഇപ്പോൾ വലിയ നീണ്ട നിരയൊക്കെ ഏതെങ്കിലും ബൂത്തുകളിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ അത് കാണാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പല ബൂത്തുകളിലും നമ്മൾ സാധാരണ ഇലക്ഷൻ സമയത്ത് കാണാറുള്ളതാണ്. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വലിയ നീണ്ട ക്യൂ ആയിരിക്കും. അത് മാത്രവുമല്ല, പല ആളുകളും വന്ന് വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സീനുകളൊക്കെ നമ്മൾ സാധാരണ എല്ലാ ഇലക്ഷനിലും കാണാറുള്ളതാണ്. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ മോണിറ്റർ ചെയ്ത് അത് കൃത്യമായ രീതിയിൽ അങ്ങോട്ടേക്ക് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് പരിഹരിക്കാൻ അടക്കമുള്ള സംവിധാനങ്ങളാണ് ഈ കൺട്രോൾ റൂമിൽ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഈ ഒരു മോണിറ്ററിംഗ് സ്ക്രീൻ അപ്പുറത്തേക്ക് നമ്മൾ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഈ ഒരു കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടുള്ളത്? നമുക്കിപ്പോൾ ഇലക്ഷൻ കമ്മീഷനോട് ബന്ധപ്പെടാനും അല്ലെങ്കിൽ നമുക്ക് ജില്ലാ ഭരണകൂട്ടത്തിനോട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൾ സെൻ്ററാണ് അത് പ്രധാനമായിട്ടുള്ളത്. പിന്നെ താങ്കൾ പറഞ്ഞ മാതിരി തന്നെ ഏതെങ്കിലും ഫേക്ക് ന്യൂസ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ ടീം നമ്മുടെ ഒപ്പമുണ്ട്. സോ അത് ഇമ്മീഡിയറ്റായിട്ട് ഒരു ഫാക്ച്വൽ റിപ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ബേസിക്കലി ഇലക്ഷൻ പ്രോസസ്സിൻ്റെ എല്ലാ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടും പിന്നെ അത് മേൽനോട്ട് വഹിച്ചിട്ട് അതിന് ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പം ഇത്രയും സുതാര്യമായി ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ അത്രയും സുതാര്യമായി തന്നെ ഇത് കൊണ്ടുപോയി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമുള്ളത്. എല്ലാ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ അദ്ദേഹം റിപ്പോർട്ടറിനോട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആളുകളാണ് അങ്ങോട്ടേക്ക് എത്തണം, വോട്ട് ചെയ്യണം. അതും ആളുകളിലേക്ക് നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പരമാവധി ആളുകൾ ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ട് അവരുടെ ഈ ഒരു വോട്ടിംഗ് അവകാശം വിനിയോഗിക്കണമെന്ന് തന്നെയാണ് ഇനിയിപ്പോൾ ഇലക്ഷൻ കമ്മീഷനും വ്യക്തമാക്കാനുള്ളത്.